സഹകാരിയിൽ ഒരു വ്യത്യസ്തം എന്താണെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഓരോ ഡെയിലി ഷെഡ്യൂളുകൾ ഉണ്ടാവുമല്ലോ. ആ ഷെഡ്യൂളുകൾ ഞാൻ പുറത്തുള്ള വേറെ ഒന്നും സത്യസന്ധമായി പറയുകയാണെങ്കിൽ വേറെ ഒന്നും ഞാൻ പഠിച്ചില്ല. എനിക്ക് കിടക്കുന്നതിന്റെ മുമ്പ് അത് തീർത്ത് കടന്നാലാണ്, ആ ഷെഡ്യൂൾ തീർത്ത് കടന്നാലാണ് ഒരു സമാധാനം ഉറക്കം വരുള്ളൂ. അവസാനം വരെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റി, അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് JSI റാങ്ക് ലിസ്റ്റിൽ 125ാമത്തെ റാങ്ക് ഹോൾഡറാണ്, സഹകാരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൈനുദ്ദീൻ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ഓക്കെ, നമ്മളിപ്പോൾ യൂണിഫോമിൽ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റോറിയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവരും ഒരു ജോലിയോടൊപ്പം ഉള്ള പഠനം എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും ഒരുപാട് പേരുടെ ഒരു വലിയ വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ നടക്കുമോ ഇല്ലേ എന്നൊരു തോന്നലാണ്. പ്രത്യേകിച്ച് പോലീസ് ജോലി കൂടെ ആകുമ്പോഴത്തേക്കും സമയത്തിനൊരു ക്ലിപ്തതയില്ല അല്ലേ സൈനുദ്ദീനെ? അപ്പോൾ അതിനോടൊപ്പം പഠിച്ചിട്ട് ഈ പിള്ളേരെ കോമ്പീറ്റ് ചെയ്ത് കയറിയതിനാണ് ആദ്യത്തെ ഒരു മിടുക്ക് അർഹിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഫസ്റ്റ് ചോദ്യം ഇത് തന്നെയാണ്, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? ആദ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് സഹകാരിയിൽ ഒരു വ്യത്യസ്തം എന്താണെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഓരോ ഡെയിലി ഷെഡ്യൂളുകൾ ഉണ്ടാവുമല്ലോ. ആ ഷെഡ്യൂളുകൾ ഞാൻ പുറത്തുള്ള വേറെ ഒന്നും സത്യസന്ധമായി പറയുകയാണെങ്കിൽ വേറെ ഒന്നും ഞാൻ പഠിച്ചില്ല. സഹകാരിയിൽ നിന്ന് തരുന്ന ക്ലാസ്സുകളും നമ്മുടെ നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്ന ലീവ് ചിലപ്പോൾ കിട്ടത്തില്ല, വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം, ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിത് എങ്ങനെ ഈ ഷെഡ്യൂൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള എൻ്റെ സംശയം. എനിക്ക് കിടക്കുന്നതിന്റെ മുമ്പ് അത് തീർത്ത് കടന്നാലാണ്, ആ ഷെഡ്യൂൾ തീർത്ത് കടന്നാലാണ് ഒരു സമാധാനം ഉറക്കം വരുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് അവസാനം വരെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റി, അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ആദ്യം ഏത് പഠിക്കണമെന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവിടെ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു? ഞാൻ ശരിക്കും സബ് ഇൻസ്പെക്ടർ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ കോഴ്സ് എടുത്തു. ഫീ അടച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൺലൈനായിട്ട് തന്നെ കോഴ്സ് എടുത്ത് പഠിച്ച് തുടങ്ങുന്ന സമയത്താണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നും ശ്യാം സാറിന്റെ ഒരു വീഡിയോ ഇതിൽ കണ്ടതും വെബിനാറിൽ പങ്കെടുത്ത് അവിടെ നിന്ന് തുടങ്ങി ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത് എക്സാം കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിയണ വരെ ഒരു ടീമായി അതിൽ കൂടെ ഉണ്ടായി നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ തീരുമാനം എടുക്കുന്നതിൽ നമ്മളെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ മതി എന്ന് തീരുമാനിക്കുന്നത്. എനിക്ക് യൂണിഫോമിലുള്ള ജോലി ഉണ്ടായിരുന്നു. ഇത് മോശമാക്കി പറയല്ലോ, പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് പഠിച്ച മേഖലയിൽ ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. HDC പഠിച്ചിട്ട് ആ സമയത്ത് കറക്റ്റ് സമയത്താണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്തു. ഞാൻ ഇപ്പോൾ സൈനുദ്ദീൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഉറങ്ങുന്നതിന് മുന്നേ അന്നത്തെ പരിപാടി തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മീറ്റിങ്ങുകളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ തരുന്ന ഷെഡ്യൂൾ അന്നത്തെ ദിവസം തീർക്കാൻ വേണ്ടി നമ്മൾ ഭാഗത്തുനിന്നൊരു പുഷ് ഉണ്ടായിരിക്കും. പക്ഷെ അത് നിങ്ങളങ്ങ് തീർത്ത് പുഷ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, നമ്മൾ വിചാരിച്ചേ പറ്റും. നമ്മളത് സ്വന്തമായിട്ടൊരു വിചാരവും തോന്നലും ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാണ് ഇതിനെ. ഞാൻ വർക്ക് ചെയ്തിരുന്ന അവിടെ ഉണ്ടായിരുന്ന സാറുമാരെല്ലാവരും നമ്മൾ ഒരു മോട്ടിവേഷൻ പോയിരിക്കുന്ന സമയത്തായാലും പഠിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ വീട്ടിൽ നിന്ന് ആയാലും വൈഫും എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എടുക്കുമ്പോൾ നമുക്ക് ഡെയിലി വരുന്ന ടോപ്പിക്ക്, കണ്ടന്റ്, ടൈം ടേബിൾഡ് കണ്ടന്റ്. മെൻറ്റർ ആരായിരുന്നു? മെൻറ്റർ നേഹയായിരുന്നു, കണ്ണൂരുള്ള. അപ്പോൾ നേഹയുടെ ബാച്ചിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ നേഹയ്ക്ക് ഒരു കൺഗ്രാറ്റ്സ്. നമ്മുടെ ഷെഡ്യൂൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നിനക്ക് ആ ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ കോൺഫിഡൻസ് തന്നത് എന്താണ്? നമുക്ക് എക്സാം ആണോ, അല്ലെങ്കിൽ വീക്ക്ലി എക്സാം ആണോ, അല്ലെങ്കിൽ മന്ത്ലി ആണോ? എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ഡെയിലി നമുക്കൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ വരുന്ന എക്സാമുകൾ, ബാക്കി എല്ലാത്തിലും ഞാൻ ഇതുവരെ PSC കുറേ എണ്ണം ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിൽ പഠിച്ചതിലൊക്കെ ഓൺലൈൻ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 4-5 ചോദ്യങ്ങളാണ് എല്ലാത്തിലും ഉണ്ടാവാറുള്ളൂ. ഇവിടെ നമുക്ക് ആ ഒരു കീറി മുറിച്ചുള്ള ഒരു ടോപ്പിക്ക് എടുത്ത ടോപ്പിക്കിൽ കംപ്ലീറ്റ് ചോദ്യങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ തന്നെ കിട്ടും. നമുക്ക് അവിടെ സംശയങ്ങൾ അവിടെ തീരെയാണ്. പിന്നെ നമുക്ക് ആ പ്രസിദ്ധീകരണ റാങ്ക് ലിസ്റ്റ് വളരെയധികം നമ്മൾ കോമ്പറ്റീഷനിൽ അവിടെ നിൽക്കണമെന്ന് അറിയാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്ക് ഇനി എത്ര ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര കാര്യമായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യൽ. നമ്മളൊരു വീക്കിലി ബാക്കിലേക്ക് പോയാൽ അടുത്ത വീക്കിൽ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഒരു ഇതിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. വീക്കിലി എത്ര പ്രാവശ്യം ഫസ്റ്റ് അടിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഒറ്റ ഓർമ്മയില്ല. നമ്മൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ടായി. എന്നാലും 100 അടിച്ച ദിവസങ്ങളുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ആ പ്രിപ്പറേഷനിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ടും സൈനുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് 40 പോയിന്റ് ഉണ്ടെങ്കിൽ 40 പോയിന്റ് 60 ചോദ്യങ്ങളെങ്കിലും ആക്കി നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ടീച്ചിങ് പ്രോഗ്രാം അല്ല, ഇതൊരു കോച്ചിങ് പ്രോഗ്രാമാണ്. സോ ദാറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് എക്സസൈസസ് ആൾസോ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? പെർഫോം ചെയ്യുന്നതിൽ, നിങ്ങൾ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതികളാണ് നമ്മുടെ മത്സര പരീക്ഷകൾ എഴുതുക, നിങ്ങളെ കമ്പയർ ചെയ്യുക അല്ലേ, വീക്കിലി പരീക്ഷ വരുമ്പോൾ സ്വന്തമായിട്ട് കമ്പാരിസൺ നടത്തുക,
സെൽഫായിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഓരോരോ സ്റ്റോറികളിൽ നിന്നും ഓരോരോ ഔട്ട്കമാണ് നിങ്ങൾക്ക് വരിക. ഇന്നത്തെ കീ ടേക്ക് അവേ എന്ന് പറയുമ്പോഴത്തേക്കും ജോലിയോടൊപ്പം നമുക്കത് ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ അടിച്ച് കയറി വരാൻ പറ്റുമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് എത്ര ടഫായിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ എല്ലാവരും ബാക്കിയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ സൈനുദ്ദീൻ, നമ്മുടെ ഇനി ഇതുപോലെ ജോലി കാരണം എനിക്ക് പറ്റുമോ ഇല്ലേ എന്ന് സംശയിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ജോലി ചെയ്ത് പഠിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ഡെയിലി സഹകാരികളെ സംബന്ധിച്ചോളം ഡെയിലി ഷെഡ്യൂൾ കറക്റ്റായി തരും. നമുക്ക് എല്ലാ ക്ലാസ്സുകളും അൺലോക്കായി നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കലല്ല. അപ്പോൾ ഡെയിലി ഓരോ ഷെഡ്യൂളുകൾ ഉണ്ടാവും. ആ ഷെഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വീക്കിലി ആകുമ്പോഴത്തേനും ആ വീക്കിലി എക്സാം എഴുതുമ്പോഴത്തേനും എല്ലാ ഷെഡ്യൂളും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവസാനം വരെ നമ്മൾ ആ ഒരു രീതിക്ക് പക്കയാവും. അതെ അതെ, ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് വരിക. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.